സ്വർണം കടത്താൻ ശ്രമിച്ച അഫ്ഗാനിസ്ഥാൻ കോൺസുൽ ജനറലിനെ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞു. കഴിഞ്ഞ മാസം 25-ന് നടന്ന സംഭവത്തിന്റെ വിവരങ്ങളാണ് പുറത്തായത്. 25 കിലോ സ്വർണ്ണക്കട്ടിയാണ് നയതന്ത്ര പ്രതിനിധി ജാക്കറ്റിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഫ്ഗാനിസ്ഥാൻ്റെ കോൺസുൽ ജനറൽ, ഇന്ത്യയിലെ കോൺസുൽ ജനറലായ സാക്കിയ വാർദക്കാണ് ഈ തരത്തിൽ സ്വർണം ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 25-ാം തീയതി ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് അവർ എത്തുകയായിരുന്നു. അവരോടൊപ്പം അവരുടെ മകൻ കൂടി ഉണ്ടായിരുന്നു. സംശയം തോന്നി DRI ആണ് പരിശോധന നടത്തിയപ്പോൾ ജാക്കറ്റിലും ബെൽറ്റിലുമൊക്കെ ശരീരത്തിൽ 25 കിലോയോളം സ്വർണം, അത് സ്വർണ്ണ കട്ടികളെ ഒളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മനസ്സിലായത്. സാധാരണ 1 കോടിയിലധികം വില വരുന്ന സ്വർണം പിടികൂടുകയാണെങ്കിൽ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് പതിവ്. അതാണ് നിയമം. പക്ഷേ ഇവർക്ക് ഈ നയതന്ത്ര പരിരക്ഷ ഉള്ളത് കൊണ്ട് അവരെ കസ്റ്റഡിയിലെടുത്തില്ല. സ്വർണം കസ്റ്റഡിയിലെടുത്ത ശേഷം അവരെ വിട്ടയക്കുകയും ചെയ്തു. അവർ നിലവിൽ ഇപ്പോൾ രാജ്യത്തില്ല. അവർ ചികിത്സാർത്ഥം വിദേശത്താണ് എന്നതാണ് ചില വാർത്താ മാധ്യമങ്ങളോട് അവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നയതന്ത്ര പരിരക്ഷ ഒന്നുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ ഒരു നയതന്ത്ര പ്രതിനിധി ഇന്ത്യയിലേക്ക് സ്വർണം കടത്തിയത് ഗുരുതരമായൊരു സംഭവമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം 2020 ജൂലൈ 5-ാം തീയതി തിരുവനന്തപുരത്ത് കോൺസുൽ ജനറലിൻ്റെ പേരിൽ വന്ന ഒരു കൺസൈൻമെൻറ്റിൽ സ്വർണം വന്നതും പിന്നീടുണ്ടായ സ്വർണ്ണക്കടത്ത് വിവാദവും ഒക്കെ അറിയാം. ആ ഒരു സാഹചര്യം കൂടി നിൽക്കുമ്പോഴാണ് സമാനമായ രീതിയിൽ ഒരു കോൺസുൽ ജനറൽ നേരിട്ട് അവരുടെ ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കടത്തിയത്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.